പിയാസുനിൽ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസെടുക്കും. കേരളത്തിന്റെ സർക്കാരിന്റെ ഹർജിയുണ്ട്. ഒപ്പം CPM-ഉം കോൺഗ്രസും ലീഗുമെല്ലാം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഏകദേശം പാതി വഴി പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു സങ്കടകരമായ കാര്യം. കാരണം ഇനി ഡിസംബർ 4-ാം തീയതി എന്യൂമറേഷൻ ഫോമുകളെല്ലാം വിതരണം ചെയ്തെല്ലാം ഡിജിറ്റൽ ആപ്പാക്കി SIR പട്ടികയിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ പാതി വഴിയിൽ എത്തി നിൽക്കുമ്പോൾ സുപ്രീം കോടതി ഇടപെടാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ടോ സുനിൽ? അരുൺ, ഏതായാലും സുപ്രീം കോടതി കേരളത്തിലെ ഈ ഒരു SIR നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ഒരു സാധ്യതയുമില്ല. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിൽ ഇടപെടാൻ കഴിയില്ല എന്ന് നേരത്തെയും പല കേസുകളിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയുടെ നിയുക്ത ചീഫ് ജസ്റ്റിസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലെ ചീഫ് ജസ്റ്റിസ് BR ഗവായിക്കൊപ്പം ആയിരിക്കും അദ്ദേഹം ആദ്യം ഈ ബെഞ്ചിൽ ഇരിക്കുക. 10:30 മണിക്ക് കേസ് ആരംഭിക്കുമ്പോൾ ഇന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്കൊപ്പമായിരിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് ഇരിക്കുക. ഏതാണ്ട് 1 മണിക്കൂർ സമയം ആ ബെഞ്ച് തുടരും. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ SIR ഒക്കെ തന്നെ പരിഗണിക്കുന്ന ബെഞ്ചിലേക്ക് ജസ്റ്റിസ് സൂര്യകാന്ത് വരിക. ഒരുപക്ഷെ 11 മണിയോടെ ആയിരിക്കും ആ ബെഞ്ച് ആരംഭിക്കുക. 15-ാമത്തെ കേസായിട്ടാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ 12 മണിയോടുകൂടി കേസ് വരും. ഏതായാലും ഇന്ന് സംസ്ഥാന സർക്കാർ കേസിൽ കക്ഷിയാണ്. അതുപോലെ ഹർജി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ CPIM, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഒക്കെ തന്നെ ഹർജി നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ SIR നടപടികൾ നീട്ടിവെക്കണം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അതേസമയം SIR നടപടികൾ റദ്ദാക്കണം എന്നതാണ് CPIM-ഉം മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കും. പക്ഷേ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ SIR-ന്റെ നടപടികൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു, പാതി വഴി പിന്നിട്ട് കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഇത് നിർത്തലാക്കാനോ റദ്ദാക്കാനോ സുപ്രീം കോടതി എന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതല്ലാത്ത എന്തെങ്കിലും ഒരു നിർദ്ദേശം ഒരുപക്ഷെ നൽകണം എന്നൊക്കെ തന്നെ ഹർജിക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൽ സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കും എന്നത് കാത്തിരുന്ന് കാണണം. ഇന്ന് മിസ്ലേനിയസ് ഡേ ആണ്. അതുകൊണ്ട് വിശദമായ വാദം കേൾക്കലിലേക്കൊന്നും തന്നെ ഇന്ന് കോടതി പോകാനുള്ള സാധ്യതയില്ല. ഏതെങ്കിലും ചെറിയ നിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ കോടതി നടപടികൾ തീരാനും സാധ്യതയുണ്ട്. ഏതായാലും ഒരു 12 മണിയോടുകൂടി ഈ കേസ് സുപ്രീം കോടതിയിൽ പ്രതീക്ഷിക്കാം. താങ്ക് യു. പിയാസുനിലും നോബൽ മാരിക്കാരനുമാണ് നമുക്കൊപ്പം ചേർന്നത്.